ഇതിനിടാണ്ട. അല്ലാഹു ബർക്കത്ത് ആവൊക്കെ പുറത്തു കൊടുക്കട്ടെ. പിന്നെ ഖാലു യാ റസൂലല്ലാഹ് ഇന്നാ ലാ നസ്തത്തിഉ, ഞങ്ങൾക്ക് സൗകര്യപ്പെടുകയില്ല. നസ്തത്തിഉ അൻ നഅതിയക, തങ്ങളിലേക്ക് വരാൻ. നഅതിയ ഇലൈക എന്നുണ്ടായിരിക്കും കേട്ടാ. അത്തായ എത്തി അങ്ങനെ പറയായിരിക്കും. അന്ന എത്തിയക്ക വരാൻ പറ്റുകയില്ല, വരുന്നതിന് പറ്റുകയില്ല. وبيننا ഏത് ഹാലിൽ അന്നത്തിയക്ക ഫീ ജമീൽ അസ്മിനാണ്, എല്ലാ സമയത്തും വരാൻ പറ്റില്ല എന്നർത്ഥം. എല്ലാ സമയത്തും എന്നെന്തിനാ കൊടുത്തതെന്ന് വെച്ചാൽ ഇല്ല ഇസ്തിനാ ഉണ്ടായതുകൊണ്ട്. إلا في الشهر الحرام, ഹറാമായ മാസങ്ങളിലല്ലാതെ. ഷഹറിന് ഷുഹറത്തുണ്ടായതുകൊണ്ട്, ലുഹൂറുണ്ടായതുകൊണ്ട് ലഹറ ഷഹറ എന്ന പേര് കൊടുത്തായിരിക്കും കേട്ടാ. ഇന ഷുഹറത്തി വല്ലുഹൂർ എന്ന്. അൽ ഹറാമി, ഹറാമായ മാസം. അൽ ഹറാമി ഖത്തുലുഹു എന്നർത്ഥം. والمراد به الجنس لأن الشهر الحرام أربعة: ذو القعدة ذو الحجة محرم متوالية ورجب. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم എന്ന്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിലല്ലാതെ തങ്ങളിലേക്ക് എല്ലാ സമയത്തും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന്. والمراد بالشهر الحرام الجنس, വർഗമാണ്. وهي ذو القعدة وذو الحجة والمحرم ورجب, فكانوا لا يحاربون فيها وكانوا آمنين في الطرق تعظيما لهذه الأشهر إيمانا لزوار بيت الله. وهذا الوجه الآخر يختص بما سوى رجب. وأما المحرم فإن لم يكن من أشهر الحج لكنه يحتمل التلاقي فيه وقت الرجوع. في بعض اللوازم فسر برجب ولأنه كان يمنعهم من الاتيان بالأشهر المذكورة. അപ്പം ഷെഹർ എന്നാ പറഞ്ഞതേ, ഷെഹർ എന്ന് പറഞ്ഞ് വർഗനാമാക്കി വെക്കണമെന്ന്. ഷുഹൂറുണ്ടല്ലോ എന്ന് മനസ്സിലായില്ല. 4 മാസം ഉണ്ടല്ലോ, അവന് ഷെഹർ എന്ന് പറഞ്ഞെന്താ? ലഅല്ല ഇഫ്റാദ ഷഹ്രി ബിഹാദോ എന്താ, എന്തുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ എഴുതിയത്? എന്തുവാ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആംശാലോല്ല എഴുതിയിട്ടുണ്ടോ? والمراد به الجنس لأن الشهر الحرام 4: ذو القعدة ذو الحجة محرم.
ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ എന്ന് പറഞ്ഞല്ലോ. ഷഹ്റൻ ഷഹ്റാൽ 12, അവിടെ ഷഹ്റെന്ന് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇല്ലാ ഫി ശഹ്റിൽ വബൈന, അതിന്റെ കാരണം ഇനി പറയുന്നത് വബൈന വബൈനക, ഞങ്ങൾ വബൈനന, ഞങ്ങളുടെ ഇടയിലും തങ്ങളുടെ ഇടയിലുമുണ്ട്. നതീക, ഞങ്ങൾക്ക് വരാൻ സൗകര്യമാവില്ല. ഏത് ഹാലിൽ വബൈനന ബൈന ഹാദൽ ഹയ്യ്. അൽ ജുംലത്തു ഹാലുൻ മിൻ ഫാഇൽ നതീക ഔ ബയാനിൽ വദീ അദമിൽ ഇസ്തിയാത്ത്, എങ്ങനെ പറയാം. വാസുൽ ഹയ്യ് മൻസിലത്തുൽ ഖബീല സുമിയത് ബി ഇത്തിസാൽ ലഅന്ന ബഅദഹും യുഹ്യ ബിബഅദ് ഔ യുഹ്യ ബഅദുഹും ബിബഅദ്, അങ്ങനെയൊക്കെ പറയാം. ഹയ്യ് എന്ന് പറയും ഖബീലയ്ക്ക്. കബീല എന്നൊരു ഒരു കൂട്ടുകാർക്കാണ്, ഒരു കുടുംബക്കാർക്ക്. പക്ഷെ കുടുംബക്കാർക്ക് ഹയ്യ് എന്ന് പേരൊക്കെ കാര്യം കുടുംബക്കാരൊന്നും ബഅദിനെ കൊണ്ട് ജീവിക്കും. അതുകൊണ്ട് ഹയ്യ് എന്നുള്ള പേര് അവർക്ക് കൊടുത്തത് എന്ന് പറയേണ്ടി വരും കേട്ടാ. ബൈനന വബൈനക ഹാദൽ ഹയ്യു മിൻ കുഫാരി മുളർ, അവർ തന്നെ കുഫാരി മുളറിൽപ്പെട്ടവരായ നിലയിൽ. അതുകൊണ്ട് ഫ അല്ല ഫമുർന, തങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കും. ബി അംരിൻ, ഒരു കാര്യം കൊണ്ട്. ഫസ്ലിൻ അല്ല, തീർപ്പ് കൽപ്പിക്കുന്നൊരു കാര്യമാണ്. സംശയം വരാൻ പാടില്ല. എന്നതിന് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ ഫസ്ല് ചെയ്യുന്നത് ഫാസിലിന്റെ മേലേക്ക് ആ കാര്യം. അംറുൻ ഖാത്തിഉൻ ഔ ബിമഅന മുഫസ്സലുൻ, അല്ലെങ്കിൽ നീ ഫസൽ എന്നുള്ളതിന് മുഫസ്സലിന്റെ മേനം വെക്കാം. മജ്ഹൂലിന്റെ മയസറായിക്കോട്ടെ, അപ്പൊ തഫ്സീൽ ചെയ്യപ്പെട്ടത് എന്നായി. പിന്നെ മുഫസ്സലാവാൻ കാര്യം ഈ തഫ്സീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നല്ലോ അല്ല ഈമാന, അതുകൊണ്ട് അങ്ങനെ അവരെ മുഫസ്സൽ. പിന്നെ ബി അംരി ഫസ്ലിൻ എന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഈ അംരിൻ ഫസ്ലിൻ എന്ന് സിവത്തായിട്ട് പറയാതെ ബി അംരി ഫസ്ലിൻ എന്ന്, ഫസ്ലിന്റെ കാര്യം കൊണ്ട് എന്നും ചിലർ ഇക്കാര്യത്തിൽ. നുഖ്ബിർ, എങ്ങനത്തെ കാര്യമാണ് നുഖ്ബിർ? ആ കാര്യം കൊണ്ട് നമ്മൾ വർത്തമാനം പറയും. ബിഹി, അത് കാരണമായി. ബിസബബിഹിന്ന്, ആ കാര്യം കാരണമായി, അല്ലെങ്കിൽ ആ കാര്യം അതുകൊണ്ട് എന്ന്. നുഖ്ബിറു, ഞങ്ങൾ വർത്തമാനം പറയും. ബിഹി, അതിനെ. മൻ വറാഅന അഖ്ബറ യുഖ്ബിറു, നമ്മൾ വർത്തമാനം പറയും. മൻ വറാഅനയോട്. ബിഹി, അതുകൊണ്ട്. അതിനെ വർത്തമാനം പറഞ്ഞു കൊടുക്കും. വറാഇന് പല മാനയും കൊടുക്കും. ഖൽഫ് എന്ന മാനയും വരും, ഖുദ്ദാം എന്ന മാന വരും. കേട്ടാ. അപ്പം നിദ്ദിയായ പദത്തിൽപ്പെട്ട നിദ്ദർത്ഥമുള്ള പദമാണ്. മുൻഭാഗം പിൻഭാഗം രണ്ടിനും പറയുന്നൊരു പദമാണ്. മനസ്സിലായില്ല? നുഖ്ബിറു മിനൽ ഇഖ്ബാർ. ബിഹി എന്നുള്ള ഭാഗത്ത് കാര്യത്തിന്റെ ഭാഗക്കല്ല, നല്ല എന്ന. നുഖ്ബിറു, ഞങ്ങൾ വർത്തമാനം പറയും. ബിഹി, അതുകൊണ്ട്. അല്ല, ബി സബബിന്ന് കൊടുത്തേക്കുന്നത്. അങ്ങനെ വെക്കുന്നതിനേക്കാൾ നല്ലത് കാര്യത്തിന്റെ ഭാഗം. നുഖ്ബിറു, നമ്മൾ വർത്തമാനം പറയും. മൻ വറാഇനോട്. ബിഹി, അതിനെ കൊണ്ട്. അതിനെ വർത്തമാനം പറഞ്ഞു കൊടുക്കും. ആർക്ക് വർത്തമാനം പറഞ്ഞു കൊടുക്കും? മൻ വറാഇനക്ക്. എന്താ? മൻ വറാഅന ഐ മൻ ഖൽഫന മിൻ ഖൗമിന ഔ മൻ ബഅദന മിമ്മൻ യുദ്രിക്കുന. രണ്ട് മാനയും പറ. പിന്നെ വ നുദ്ഖിലു ബിഹി, അത് കാരണമായിക്കൊണ്ട്. നദ്ഖുലു, ഞങ്ങൾ കടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നുദ്ഖലു, ഞങ്ങൾ കടത്തപ്പെടും. ബിഹി, കാരണമായിക്കൊണ്ട്. എവിടെ? അൽ ജന്നത്ത, സ്വർഗത്തിൽ. ആരോടുകൂടെ? മഅൽ ഫായിസീന എന്ന്, അല്ലെങ്കിൽ മഅൻ നാജീന എന്നും എന്നൊക്കെ പറഞ്ഞോ. ഇന്നമാഹും ബി ഫദ്ലില്ലാഹി,
സ്വർഗത്തിൽ കടത്തുന്നത് അള്ളാന്റെ ഫദ്ലുകൊണ്ടാണ്. ആ ഫദ്ലുകൊണ്ട് കടത്തണമെങ്കിൽ അമല് വേണമെന്നല്ല അർത്ഥം. മനസ്സിലായില്ല? തീറ്റി എന്നുള്ളത് വയറ് നിറയാനുള്ള കാരണമാണ്. തീറ്റി വയറ് നിറയ്ക്കുന്നത് അള്ളാഹുവാണ്. വെറുതെ ഇരുന്ന വയറ് നിറച്ചെടുത്തില്ല. മുഷ്ബിആണ് അള്ളാഹു. അതിന് കാരണമാണ് ഭക്ഷണം കഴിക്കൽ. തിരിഞ്ഞോ? അതവന്റെ ഫദ്ലുകൊണ്ട് നടത്തുന്നതാണ്. അല്ല അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് അറിയണമെന്നില്ല. അവന്റെ ഫദ്ല് കൊണ്ട് അവൻ വയറ് നിറച്ച് തരും നമുക്ക്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ബിസ്മി വെച്ച് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിക്കണമെന്ന് പറയാം. പെട്ടെന്ന് വയറ് അറിയാൻ വേണ്ടിയിട്ട് അവന്റെ ഫദ്ല് കൊണ്ട് വേഗം നിറച്ചു തരും. അത് ആദ്യം അവന് ഓർമ്മയില്ലേ, പിന്നെ അങ്ങനെ നിറച്ചു തരുന്നത്. പിന്നെ നിറച്ചു തരും. സലോ ഇല്ലേ? അവർ ചോദിക്കുകയും ചെയ്തു. അനിൽ അശ്റുബത്തി എന്നാ പാനീയങ്ങളെ പറ്റി ചോദിച്ചു. ഷുർബ് അശ്റുബത്ത് സലോ അശ്റുബത്ത് ലുറൂഫഹ പാനീയ പാത്രങ്ങളാണ്. ഏത് പാത്രത്തിലാണ് പാനീയങ്ങൾ വെക്കേണ്ടത് എന്ന്, ഏത് പാത്രത്തിൽ വെച്ചാനാണ്. ചില പാത്രങ്ങൾ ചില പാനീയങ്ങൾ ചില ഡോസ് കൊടുക്കും. അതുകൊണ്ട് ഏത് പാത്രത്തിലെ വെക്കാന്ന്. ഏറ്റവും മുന്തിരിയും ഈത്തപ്പഴത്തിന്റെയും ആൾക്കാരാണ് എപ്പോഴും. അപ്പൊ അതിന് മുന്തിരി ഉരച്ച് വെക്കാനും മുന്തിരി ചാറ് വെക്കാനൊക്കെ പറ്റിയ പാത്രമൊക്കെ പറഞ്ഞു കൊടുക്കണം. ചില പാത്രത്തിനകത്ത് വെച്ചാൽ എന്ത് ചെയ്യും, ഭയങ്കര ഡോസ് കൊടുക്കും. പിന്നെ മാറുവരിന്നൊക്കെ പറയാം അത് കുടിച്ചിട്ട്. മനസ്സിലായോ? അങ്ങനെ ഫഅമറഹും തങ്ങൾ അവരോട് കൽപ്പിച്ചു. ബി അർബഇൻ 4 കാര്യങ്ങൾ കൊണ്ട് തങ്ങൾ അവരോട് കൽപ്പിച്ചു. ഫമുർനാ ബി അംരിൻ ബി തൻവീനി അംർ വാഹിദുൽ അവാമിർ. അവാമിറിന്റെ വാഹിദാണ് അംർ. അംർ എന്നുള്ളത് കൽപ്പനക്രിയ എന്ന മാനയ്ക്കുണ്ട്. ആ അംർ മാനയല്ല. ആ അംറിന് ഉമൂർ അവാമിർ. അംറിന്റെ മാന അവാമിർ. അപ്പൊ അംർ കൽപ്പനക്രിയ തന്നെ. അയിൽ ഖൗലു ത്വാലിബു ലിൽ ഫിഇലി എന്ന് കണ്ടാ, പ്രവർത്തനത്തിനെ തേടുന്ന വർത്തമാനം, കാര്യം എന്ന് അല്ല. അംറിന് പല കാര്യം എന്നർത്ഥമുണ്ട്. കാര്യമാകുമ്പോൾ ഉമൂർ ജമ്മൂർ. അംറിന് കൽപ്പനക്രിയ എന്നർത്ഥം വരുമ്പം അവാമിർ ജമ്മൂർ. അങ്ങനെയാണ് തമ്മിൽ അതിന് മനസ്സിലാക്കുന്നത്. ഫമുർനാ ബി അംരിൻ വൽബാഉൽ ഇസ്തിആനത്തി ഞങ്ങളോട് കൽപ്പിക്കണം. ബി അംരിൻ ചില കൽപ്പനകൾ കൊണ്ട് കൽപ്പിക്കണം. മുർന ബി അമലി ഖൗലിക ആമനു വ ഖൗലിഹിം ആമന്ന എന്ന. പിന്നെന്താ? വറാഅന മിൻ ഖൗമിന കമാ ഹുവ ളാഹിറു സിയാഖി ഔ മിൻഹും അല്ലെങ്കിൽ അവരും വരാം. മിൻ അഹ്ലിൽ അംകിനത്തിൽ ബഈദത്തി എല്ലാവർക്കും പറയാം. മംബറാന എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് പ്രബോധനം നടത്താൻ പറ്റുന്ന എല്ലായിടത്തും പോയി പ്രബോധനം നടത്തണം എന്ന് പറയാം. അങ്ങനെയും പറയാം. ندخل به وتلك الجنة التي أورثتموها وتلك الجنة التي ركع وتلك الجنة التي ആ സ്വർഗം ഒരു സ്വർഗമാണ്. ഊരിത്തുമൂഹ അതിന് നിങ്ങൾക്ക് ഈറാസ് നൽകപ്പെട്ടു, അനന്തരം നൽകപ്പെട്ടു. ബിമാ കുന്തും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ട് എന്നുണ്ട്. മനസ്സിലായില്ല? ആ ഹദീസും ആ ആയത്തും
ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹു അൽ ജന്നത ബിഇൽമിഹി എന്നുള്ള ഹദീസ്. ലൻ യുദ്ഖില അഹദൻ മിൻകും നിങ്ങൾ ഒരാളെ കടത്തുകയില്ല, അമലുഹു അവന്റെ അമല് കടത്തുകയില്ല, അൽ ജന്നത സ്വർഗത്തിൽ ബിഇൽമിഹി അവന്റെ ഇൽമ കാരണമായി കൊണ്ട് അമൽ ചെയ്ത ആ അമല് കടത്തുകയില്ല. കണ്ട, അപ്പൊ പിന്നെ തിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിത്തുഹാ ബിമാ കുന്തും തഅമലൂൻ എന്ന് പറഞ്ഞതോ രണ്ടും തമ്മിൽ എതിരാകാൻ പാടില്ല. മനസ്സിലായില്ല? രണ്ടും തമ്മിൽ എതിരാകാൻ പാടില്ല. ബിമാ കുന്തും തഅമലൂന എന്നുള്ളത് ബിഗൈരി ഫദ്ലില്ലാഹി, ഫദ്ലോടുകൂടി എന്ത് ചെയ്യാം? ബിമാ കുന്തും തഅമലൂൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വയറ് നിറയണമെങ്കിൽ ആഹാരം കഴിക്കണം. വയറ് നിറയ്ക്കുന്നതാരാ? അതെന്താവുക ആ രീതിയിൽ. മനസ്സിലായ? പിന്നെ ഇനി നഹാവുന്ന അർബഈൻ കഴിഞ്ഞോ? സാലൂഹു അമറഹും ബിൽ ഈമാൻ ഇല്ലേ, അവരോട് കൽപ്പിച്ചു. ഇനി വിശദീകരണം ഏതൊക്കെയാണ് കൽപ്പിച്ചതെന്ന് ചോദ്യത്തിന് മറുപടി എന്നാണോ? അമറഹും ബിൽ ഈമാൻ ബില്ലാഹി വഹ്ദഹു, ഏകനായ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം. ബിൽ ഈമാൻ അമറഹും അവരോട് കൽപ്പിച്ചു, ബിൽ ഈമാൻ ഈമാൻ കൊണ്ട് കൽപ്പിച്ചു. ആരെ കൊണ്ട്? ഈമാൻ അള്ളാഹുവിനെ കൊണ്ട്. ആ അള്ളാഹു തന്നെ എന്തായ ഹാലിൽ? വഹ്ദഹു ആയ ഹാലിൽ, വാഹിദൻ ഫിദ്ദാത്ത് മുൻഫരിദൻ ഫിസ്സിഫാത്ത് ലാ ശരീക ലഹു ഫിൽ അഫ്ആൽ, പ്രവർത്തനത്തിൽ അവന് കൂറില്ല, സിഫാത്തിൽ അവൻ തനിച്ചവനാണ്, ദാത്തിൽ ഏകനാൻ. വാഹിദൻ ഫിദ്ദാത്തി മുൻഫരിദൻ ഫിസ്സിഫാത്തി ലാ ശരീക ലഹു ഫിൽ അഫ്ആൽ എന്ന്. എന്താ ഇപ്പൊ ആദ്യമേ പറഞ്ഞതാണ് അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹദ അല്ലദീന ആമനൂന വഅമിലു സ്വാലിഹാത്ത്. അമിലു സ്വാലിഹാത്തിന് തൗത്തിയത്താണ് ഏത്? ഈമാൻ ബില്ലാഹി വഹദഹു എന്നുള്ളത്. മനസ്സിലായില്ല? നമുക്ക് തക്ലീഫാണ്, മുക്കല്ലഫാത്തുകളാണ് പ്രവർത്തനങ്ങൾ. തക്ലീഫ് ചെയ്യണമെങ്കിൽ മുക്കല്ലഫാണ്ടേ, മുക്കല്ലഫാവണമെങ്കിൽ മൂമിനാവണ്ടേ. മൂമിനല്ലാത്തവർ മുക്കല്ലഫീങ്ങളാണോ? ഈമാൻ കൊണ്ട് തക്ലീഫ് ചെയ്തല്ലോ. ഈമാൻ അപ്പൊ ആമനോന്ന് വിശ്വസിച്ചു. അപ്പം നമ്മൾക്ക് കൽപ്പനകളും നിരോധാജ്ഞകളും ഇവരിലേക്ക് വരുന്നതിന്റെ തൗത്തിയത്താണ് ആദ്യം പറഞ്ഞത്. അംറുഹും ബിൽ ഈമാനി ബില്ലാഹ്. മനസ്സിലായില്ല? അതിൽ ഈമാനി ബില്ലാഹി വഹ്ദഹു എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നത് അല്ലാഹു തആലാനെ എങ്ങനെയാണ് നിങ്ങൾ ഖാല തങ്ങൾ ചോദിച്ചു അത്തദറൂന നിങ്ങൾക്കറിയുമോ മൽ ഈമാൻ ബില്ലാഹി വഹ്ദഹു, അല്ലാഹുവിനെ കൊണ്ട് എങ്ങനെ ഏകനായി വിശ്വസിക്കുക നിങ്ങൾക്ക് അറിയാന്ന് ചോദിച്ചു. കണ്ട തിരിഞ്ഞോ? അപ്പൊ ആദ്യം തന്നെ അൽ ഈമാൻ ബില്ലാഹി വഹ്ദഹു മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞില്ല. എന്താ പറഞ്ഞു കൊടുക്കാത്ത? ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറയാതെ ഈമാൻ കിട്ടുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഈമാൻ കിട്ടുമോ? ഇല്ല, പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് എന്താ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാത്ത? റസൂലുള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം അവരുടെ ഖൽബിൽ ദൃഢമൂലമാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തൗത്തിയത്താണ്. അതിലേക്ക് ചവിട്ടുപടിയാണ്. റസൂലുള്ളാഹിലേക്ക് ചവിട്ടിക്കയറണം. റസൂലുള്ളാഹിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? മനസ്സിലായില്ല? അപ്പൊ അതൊന്ന് ഔഖഉ നഫ്സ്, നഫ്സിൽ ഏറ്റവും വാഖിഅക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആദ്യമേ അത് പറഞ്ഞു കൊടുക്കാന്ന്. മനസ്സിലായില്ല? ഖാലു അവർ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമുക്കറിയില്ല എന്ന് പറഞ്ഞു. അവിടെ അയലമു അലാബാബിയല്ല. അപ്പൊ ഇവർക്ക് കുറെ അറിയാവുന്ന കിട്ടും. അങ്ങനെ വെക്കല്ലോ. ഫലത്തഫീൽ അലാബാബി നിർത്തല്ലും അല്ലാഹു റസൂലു ആലിമുൻ എന്ന് വെച്ചോളൂ. വേണ്ട? പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാഹു അല്ല, അല്ലാഹു ആലിമുൻ റസൂലുഹു ആലമു അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ഈമാൻ തെറ്റിപ്പോവോ? അവിടെ പേരല്ല എന്താ വന്നിരിക്കുന്നത്? പെട്ടെന്ന് പറ.
അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും അഅലമു അറിയുന്നവനാണ്. ആലിമുൻ എന്നല്ല മാനി അസാലുഹു അല്ല. പിന്നെ എന്നിട്ട് എന്താ പറഞ്ഞത്? അമറഹും അത്തദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഏകനായ നിലയിൽ എങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കറിയുമെന്ന് ചോദിച്ചത്. ഏകത്വം പഠിപ്പിച്ചത് ദിവ്യത്വത്തിൽ കൂടിയാ, ദിവചനത്തിൽ കൂടിയാ ഏകത്വം പഠിപ്പിച്ചു കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലുണ്ടെങ്കിൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ അടുത്ത് റസൂലുണ്ട്, റസൂലിന്റെ അടുത്ത് അല്ലാഹുണ്ട്. അതതിന്റെ അർത്ഥം. ഖാലു അവർ പറഞ്ഞു അല്ലാഹു റസൂലു അലം തഅദ്ദുബൻ എന്നാണ് അതിന്റെ അർത്ഥം. അതമോടി പറഞ്ഞാണ്. തലബൻ ലിസമായി മിന്നു സല്ലല്ലാഹു തങ്ങളിൽ നിന്ന് കേൾക്കട്ടെ എന്ന്. കാരണം അന്നൽ ഖൗമ കാനു മുഅ്മിനീനാണല്ലോ. ഖൗമ മുഅ്മിനീങ്ങളായിരുന്നല്ലോ എന്ന്. കാല തങ്ങൾ പറഞ്ഞു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ് ഈമാനു ബില്ലാഹി വഹ്ദഹു എന്നുള്ളത്. അൽ ഈമാനു ബില്ലാഹി വഹ്ദഹു എന്ന്, അൽ ഈമാനു ബില്ലാഹി വഹ്ദഹു എന്നതാകുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ കളയപ്പെട്ട ഉത്തര ഖബറായിട്ട് അല്ല. അൽ ഈമാനു ബില്ലാഹി വഹ്ദഹു എന്നതാകുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ് ഈമാനു ബില്ലാഹി വഹ്ദഹു. ഈമാനു ബില്ലാഹി വഹ്ദഹു എന്നതിന്റെ അർത്ഥം പറഞ്ഞത് എന്തോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഇപ്പൊ വഹ്ദഹു ആയ, ഇപ്പം വഹ്ദഹു ആയോ? ആയോ? ഇപ്പൊ വഹ്ദഹു ആയ തസ്നി ആയടാ. ഞാൻ പറയും വഹ്ദഹു ആയ തസ്നി ആയപ്പോ ഒന്നായ രണ്ടായി അതാ. പിന്നെ വന്ന പിന്നെ റസൂലുള്ളാഹിക്ക് അറിയില്ലായിരിക്കുന്നു. കടിക്കാനൊന്നുമില്ല. രാവിലെ തന്നെ അടിച്ചു കുടിക്കുക. ഇപ്പൊ രണ്ടല്ല, അതൊന്നു തന്നെയാണ്. ഇത് രണ്ടും കൂടി ഒന്നാണ്. രണ്ടും കൂടി ഒന്നാണ്. രണ്ടും രണ്ടല്ല, രണ്ടും കൂടി ഒന്നാണ് എന്ന്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം വന്നത്. എന്താ റസൂലിനെ അംഗീകരിച്ചു കൊടുത്തോളി. റസൂലിനെ അംഗീകരിക്കാൻ ഈ ബാബു മറ്റേതിനകത്തില്ലേ, എടുത്തില്ല ആ കിതാബിന്ന്. ആ കിതാബിന്ന് എടുത്തില്ല. സമയമില്ല മകൻ, അടകളൊക്കെ മകൻ ഇല്ലേ? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈമാൻ കിട്ടണം. അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റസൂലുള്ളാഹി ഉണ്ടെന്ന് പറയണം. മനസ്സിലായി? എന്നാലേ ഈമാൻ പൂർത്തിയാവൂ എന്ന്. ഇഖാമുസ് സ്വലാത്തി രണ്ടാമത്തെ കാര്യം, ഈതാഉ സക്കാത്തി മൂന്നാമത്തെ കാര്യം, വസിയാമി റമളാൻ ഇവകളും ആണ്. കേട്ടാ?
ഫഅൻതുഉതു വേറൊന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ നൽകണം മിനൽ മഗ്നമി അൽ ഖുംസ, ഗനീമത്ത് സ്വത്തിൽ നിന്നും 1/5 കൊടുക്കണം. അതിന്റെ പ്രത്യേക ഒരു കാര്യം വേണ്ട, 4 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചു. വഅൻതുഉതു അതും കൽപ്പിച്ചു എന്നതിനർത്ഥം അല്ല. വഅൻതുഉതു അപ്പൊ 5ാമത്തെ ആയി അന്നേരം. അപ്പൊ 5 കാര്യം കൊണ്ട് കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അൻതുഉതു എന്നല്ല. അപ്പൊ ഇഴ്താഉം മിനൽ മഗ്നമി എന്ന് പറയേണ്ടി വരും. അങ്ങനെ അറിയാം. അപ്പൊ ആ മഗ്നമിനെ സംബന്ധിച്ചുകൊണ്ട് പ്രത്യേകം ഒന്ന് മുഖ്യമായെന്ന് എടുത്തിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. വഅൻതുഉതു മിനൽ മഗ്നമി, മഗ്നം ഗനീമത്ത് സ്വത്തിൽ നിന്നും സമരാജിത സമ്പത്തിൽ നിന്നും നിങ്ങൾ നൽകണം. അൽ ഖുംസ, ഖുംസ ഖുമൂസ എന്ന് പറയും. എന്താ 5 കാര്യം 5/1 നൽകണം എന്നും. പിന്നെ ഫായിദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലാക്കിയതിൽ പെട്ടതാണ് വഅൻതുഉതു എന്നുള്ളത്. മിൻ ബാബി സിയാദത്തിൽ ഇഫാദ. കേട്ടോ? അല്ലാഹു വറസൂലുഹു അഅലം എന്ന പറഞ്ഞില്ല. ആ വാക്കിൽ നിന്നും മനസ്സിലായി അവർ മുഅ്മിനീങ്ങൾ ആയിരുന്നു എന്ന്. മനസ്സിലായില്ല? അപ്പൊ ആ പറഞ്ഞ ഷഹാദത്തിനെ പറഞ്ഞത് ബാക്കിയുള്ള അർക്കാനുൽ ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയണം. അപ്പൊ 4 കാര്യമാവും. ഷഹാദത്തങ്ങ് മാറിയാൽ പിന്നെ 4 മനസ്സിലായില്ല? അല്ലെങ്കിൽ ബുലഗായിന്റെ ഹിക്മത്തിൽ പെട്ടതാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ട് സിയാദത്തിന് വേണ്ടി ഫായിദയ്ക്ക് വേണ്ടിയിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കൽ എന്ന് 2 മാനയും അവിടെ കൊടുക്കാം. വേണ്ട, അമറഹും ബി 40 നഹാഹും അൻ 40 അഖീമുസ് സ്വലാ അത്തുസ് സക്കാ സൗമു റമളാൻ അഅ്തു ഖുംസ മാ ഗനിംതും എന്ന ഹദീസുണ്ട്. അപ്പോൾ ഷഹാദത്ത് അവിടെ ഇല്ല. മനസ്സിലായില്ല? വലാ തശ്റബു ഫി ദുബായ് വൽ ഹംദം വൻ നഖീർ വൽ മുസഫത്ത് എന്നും ഹദീസുണ്ട്. തിരിഞ്ഞോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇപ്പൊ 4 ഇല്ലേ, 5 എണ്ണി കൊടുത്തില്ലേ, 4 പറഞ്ഞത് 5 ആയില്ലേ എന്ന് നിസ്കാരങ്ങ് പോകും. നീന്താ വനഹാഹു എന്നാ സദഖ റസൂലുള്ളാഹ്.